ദ പെറ്റ് ഡിറ്റക്റ്റീവ് പ്രണീഷ് വിജയൻ രചനയും സംവിധാനം നിർവഹിച്ച് ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ, വിജയരാഘവൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ വന്ന ഈ മലയാളം കോമഡി മിസ്റ്ററി ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. പണ്ട് മെക്സിക്കോയിലെ ഡിറ്റക്റ്റീവ് ആയിരുന്ന അച്ഛന്റെ പാത പിന്തുടർന്ന് ടോണി ജോസ് അലൂല കൊച്ചിയിൽ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ട് ജോലി ചെയ്തു വരികയാണ്. ഇതിനിടയിൽ ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ ഗ്യാങ്ങിന്റെ ചില ഡീലിംഗ്സിനിടയിൽ ടോണിയും പെട്ടുപോകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമ പറയുന്നത്. ചുമ്മാ ഒരു ഓളത്തിന് കണ്ടിരിക്കാവുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു ഫൺ മൂവിയാണിത്. ഞാൻ എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ്. ഈ ലോജിക് ഒന്നും ഇല്ലാതെ നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കാതെ പടത്തിലെ സംഭവങ്ങൾ ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് നടക്കുന്നു. ലാസ്റ്റ് എല്ലാം കൂടെ ചേർന്ന് ഒരു കൂട്ട ഓട്ടമായിട്ട് മാറുന്നു. അത്തരത്തിലുള്ള സിനിമകൾ കാണാൻ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ അത്തരത്തിലുള്ള സിനിമകൾ കണ്ടു വളർന്ന ആൾക്കാരാണ്. സോ അക്കാലത്തെ ഡയറക്ടേഴ്സ്, പിന്നെ ജഗതി ചേട്ടൻ, ഇന്നസെന്റ് ചേട്ടൻ, പപ്പു, മാള, ഒടുവിലാൻ, കൽപ്പന ചേച്ചി പോലെയുള്ള അതുല്യ കലാകാരന്മാരുടെ ആക്ടിങ്ങിന്റെയും ഒക്കെ ഗുണം കൊണ്ടുകൂടിയാണ് അത് നന്നായിട്ട് വർക്ക് ആയിക്കൊണ്ടിരുന്നത്. അതുപോലുള്ള സിനിമകൾ പിന്നീട് ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പലതും അടപടലം മൂഞ്ചിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് രസമുണ്ടായിരുന്നു കേട്ടോ. ഒരു CID മൂസ സ്റ്റൈലിൽ ഒരുക്കിയ ഒരു സിനിമയാണെന്ന് പറയാം. അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും അവിടെ ഒക്കെ ചിരിക്കാനുള്ള വകയുമുണ്ട്. ഇതുപോലെ കെയോട്ടിക് അല്ലെങ്കിൽ ഒരു മേഹം പോലെയുള്ള സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ പഴയ പ്രിയദർശന്റെ ഒക്കെ സിനിമകളൊക്കെ ഇല്ലേ, ഏതെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി കുറെ ആൾക്കാർ ചേർന്ന് നെട്ടോട്ടം ഓടുന്നത്, അതുമൂലം ഉണ്ടാകുന്ന കോമഡി, ലാസ്റ്റ് എല്ലാവരും കൂടെയുള്ള കൂട്ടയോട്ടം ഞാൻ പറഞ്ഞ പോലെ. അപ്പം അത് ഏറ്റവും നന്നായിട്ട് അവതരിപ്പിച്ച് ഫലിപ്പിച്ചിട്ടുള്ളത് പ്രിയദർശൻ തന്നെയാണ്. അദ്ദേഹം ചെയ്യുന്ന പോലെ ഇത്തരം സിനിമകൾ ചെയ്യാൻ ആർക്കും തന്നെ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള കഥകൾ, സിനിമകൾ അവതരിപ്പിച്ച് ഫലിപ്പിക്കുക എന്നുള്ളത് ഒരു കഴിവ് തന്നെയുമാണ്. അത് പ്രിയദർശൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ എനിക്ക് അത്തരത്തിൽ ഇഷ്ടപ്പെട്ടുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കില്ല രാജ്യത്ത്, നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, അതൊക്കെയാണ്. സംഭവം ഒരു വട്ട് കോമഡി സ്റ്റൈലിലുള്ള പടമാണെങ്കിലും പടം കുറച്ച് ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ തന്നെ ഇതിന്റെ ഒരു വില്ലന്റെ ബാക്ക് സ്റ്റോറി ഒക്കെ പറയുന്നുണ്ട്. തുടക്കം മിസ്സായവർക്കും പിന്നെ ഇടയ്ക്ക് ചില ഡയലോഗുകളൊക്കെ ശ്രദ്ധിക്കാതെയൊക്കെ ഇരുന്നാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് കലങ്ങാതെ വരും. പിന്നെ പടം കണ്ടു കഴിഞ്ഞ് എൻഡ് ക്രെഡിറ്റ്സ് കാണിച്ച ഉടനെ തന്നെ ഇറങ്ങിപ്പോയാൽ ഏറ്റവും ലാസ്റ്റ് പോസ്റ്റ് ക്രെഡിറ്റ് സീന് ഉണ്ട്, അത് മിസ്സാകും. വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ചെറിയൊരു കാര്യമുണ്ട് അവസാനം. കോമഡിയും മിസ്റ്ററിയും കൂടി കലർത്തിയുള്ളതിന്റെ കഥ പറച്ചിൽ സ്റ്റൈല് അതെപ്പോഴും അങ്ങനെ വർക്ക് ആകണമെന്നില്ല. പക്ഷെ ഇതിൽ എനിക്ക് നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ടായിരുന്നു. നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള ഒരു സിനിമ കൂടിയാണ്. നല്ല വിഷ്വലുകളും സൗണ്ടും പടത്തിന്റെ കളർ ടോണും ഒക്കെ സിനിമയുടെ ആ ഒരു കഥയുടെ മൂഡിന് കറക്റ്റ് ആയിരുന്നു എന്ന് തോന്നി. മ്യൂസിക്കും കൊള്ളാമായിരുന്നു. ഇതിന്റെ കാസ്റ്റിംഗും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ പറഞ്ഞില്ലേ, പഴയ സിനിമകളുടെ ഒരു പ്രത്യേകത, ഇത്തരം പടങ്ങളിലെ കോമഡി ടൈമിംഗ് വർക്ക് ആയില്ലെങ്കിൽ പടം അടപടലം പൊട്ടും. ഇതിലെ നായകൻ ടോണി ജോസ് അലൂല എന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആയിട്ട് ഷറഫുദ്ദീൻ നൈസ് ആയിരുന്നു. പുള്ളിയുടെ ഒരു കോമഡി ടൈമിംഗ്, ശരീരഭാഷ ഒക്കെ കൊണ്ട് ഷറഫുദ്ദീന് പറ്റിയ ഒരു കഥാപാത്രമായിട്ട് തോന്നി. പണ്ട് ദിലീപും മുകേഷും ജയറാമും ഒക്കെ ചെയ്തതുപോലെയുള്ള കഥാപാത്രത്തിൽ ഒന്നാണിത്. ഇപ്പൊ ഇത് ഷറഫുദ്ദീന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ഈ സിനിമയുടെ പ്രൊഡക്ഷനിലും ഷറഫുദ്ദീൻ കൈവച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വേറൊരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ വിജയരാഘവൻ അവതരിപ്പിച്ച ദിൽരാജ് അങ്കിൾ എന്ന കഥാപാത്രമാണ്. ഏത് റോളും ഇവിടെ പോകുമെന്ന് എഴുതി വെക്കാവുന്ന ഒരു ഗംഭീര ആക്ടറാണ് അദ്ദേഹം. നമുക്കറിയാം, നല്ല കലക്കനായിട്ട് തന്നെ ആ റോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നായിക കൈകേയി ആയിട്ട് അനുപമ പരമേശ്വരനും നല്ല ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. പേര് തന്നെ വെറൈറ്റി ആയിരുന്നു. പിന്നെ ചുമ്മാ ഒരു നോക്കുകുത്തി പേരിനൊരു നായിക എന്നതിനപ്പുറം പ്രാധാന്യമുള്ള അത്യാവശ്യം ചെറിയ ചില സ്റ്റണ്ട് ഒക്കെ ഉള്ള ഒരു കഥാപാത്രമാണ്. അനുപമ നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിനയ് ഫോർട്ട് അവതരിപ്പിച്ച രജത് മേനോനും രസകരമായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പിന്നെ സ്ഥിരം ശൈലിയിൽ സനൂപ് എന്ന റോളിൽ ജോമോൻ ജോദറും തിങ്കൾ തോമസ് എന്നൊരു വ്യത്യസ്ത കഥാപാത്രം എന്ന് പറയാവുന്ന ഒരു റോളിൽ ശ്യാമോഹനും ഉണ്ട്. രണ്ടുപേരും കൊള്ളാമായിരുന്നു. ഇന്റർവെല്ലിലെ ശ്യാമോഹൻ ഷറഫുദ്ദീൻ കരച്ചിൽ സംഭവമൊക്കെ രസമുണ്ടായിരുന്നു. രഞ്ജി പണിക്കരുടെ ജോസ് അലൂല എന്ന കഥാപാത്രവും രസകരമാണ്. യാക്കത്ത് അലിയായിട്ട് വന്ന വിനായകനും ലോലിതയായിട്ട് വന്ന പ്രസീതയും കൊള്ളാം. പിന്നെ നിഷാന്ത് സാഗർ ഒരു കോമഡി റോളിൽ വന്ദനം റെഫറൻസിൽ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അത്രയ്ക്ക് നന്നായിട്ട് വർക്കായതായിട്ട് എനിക്ക് തോന്നിയില്ല. ഭഗത് മാനുവൽ, ജിനു ജോസഫ് എന്നിവരോടൊപ്പം മാല പാർവതി, മേജർ രവി, അൽതാഫ് സലീം തുടങ്ങിയവർ ക്യാമിയോ അപ്പിയറൻസ് എന്ന് പറയാവുന്ന ഒരു റോളിലുണ്ട്. വേറൊരാൾ കൂടിയുണ്ട് ക്യാമിയോ അപ്പിയറൻസ്. കൂടാതെ കുറച്ച് പക്ഷി, മത്സ്യ, മൃഗാദികളും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറയാം. ടെക്നിക്കൽ സൈഡിൽ അനന്ത് സി ചന്ദ്രനാണ് ഇതിന്റെ DOP. അഭിനവ് സുന്ദർ നായക്കാണ് എഡിറ്റർ. നല്ല വിഷ്വലുകളും നല്ല എഡിറ്റിംഗും പടത്തിനുണ്ട്. പടം ഓവർ ലെങ്തി ആക്കാതെ ക്രിസ്പായിട്ട് കട്ട് ചെയ്ത് കൊള്ളാമായിരുന്നു. രാജേഷ് മുരുകേശനാണ് ഇതിന്റെ സംഗീതം. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ പാട്ടുകളും കൊള്ളാം. പാട്ടുകൾ തന്നെ ഒരു പാട്ടേ ഉള്ളൂ, ലാസ്റ്റ് കൂട്ടയോട്ടത്തിലുള്ള പാട്ട്. ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുള്ള ആ ഒരു റെട്രോ ടൈപ്പ് സോങ് പടത്തിലില്ല. സംവിധായകന്റെ തന്നെയാണ് ചിത്രത്തിന്റെ സ്ക്രിപ്റ്റും. നമ്മുടെ ലോജിക്കും ബേസിക് സെൻസും ഒക്കെ മാറ്റി വെച്ചിട്ട് വേണം ഈ സിനിമ കാണാനായിട്ട്. ഇത് ആ ഒരു ഓളത്തിന് കാണുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷൻ ഒന്നും നമുക്ക് കഥാപാത്രങ്ങളോടോ കഥയോടോ ഒന്നും തോന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ
ഇതിലെ വില്ലന്മാരുടെ ഉൾപ്പെടെ കുറെ കാര്യങ്ങൾക്ക് ഒരു പൂർണ്ണത വന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുമെന്ന് എനിക്കറിയില്ല. അതിനുള്ള ഒരു സാധ്യത ഇല്ലാതില്ല എന്ന് പറയാം. ഇടയ്ക്ക് ചില കോമഡി ആയിട്ട് ചെയ്ത കോമഡി കണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് ചിരിയൊന്നും വന്നില്ല. പിന്നെ ഇപ്പോൾ ഈ കോമഡി എന്ന് പറഞ്ഞു വരുന്ന സിനിമകൾക്കെല്ലാം ഉള്ള ഒരു പ്രശ്നം ഇതിനുമുണ്ടാകാൻ സാധ്യതയുണ്ട്. കുറെ ആളുകൾക്ക് വർക്കാവും, കുറെ പേർക്ക് വർക്കാവില്ല. എനിക്ക് സാഹസം വർക്കാവാതെ പോയ ഒരു സിനിമയാണ് അങ്ങനെ. എനിക്ക് അതിന്റെ കുറെ ഭാഗങ്ങൾ നല്ല ക്രിഞ്ചായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും അതിന്റെ അഭിപ്രായത്തിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ ആ പടം വർക്കായിട്ടുള്ള കുറെ ആൾക്കാരും ഉണ്ട്. അതുപോലെ ഇതെനിക്ക് അത്യാവശ്യം വർക്കായ ഒരു പടമാണ്. പക്ഷെ കുറെ പേർക്ക് ഇത് വെറുപ്പിക്കലായിട്ട് തോന്നാനുള്ള സാധ്യതയുമുണ്ട്. സോ ഇത് എന്തുമാത്രം വിജയമാകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കുറെ നാൾ കഴിഞ്ഞ് പടം OTT-ൽ റിലീസ് ആകുമ്പോൾ കുറെ ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ആകമൊത്തം ടോട്ടലിൽ അതിഗംഭീര ഐറ്റം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ രസകരമായിട്ടുള്ള ഒരു ഫൺ വാച്ച് ആണ് ദ പെറ്റ് ഡിറ്റക്റ്റീവ്. എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, കുട്ടികളെ കൊണ്ട് നിങ്ങൾ ഈ പടത്തിന് പോവുകയാണെങ്കിൽ അവരിത് നല്ലതായിട്ട് എൻജോയ് ചെയ്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. 2 മണിക്കൂറിനടുത്താണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല, എല്ലാവർക്കും കാണാവുന്നതാണ്. പറ്റിയാൽ നിങ്ങളുടെ കുട്ടികളെയും കൊണ്ടുപോയി പടം കാണുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാണ്.